ഒരു 11 മണിയൊക്കെ ആകുമ്പോഴേക്കും നല്ല വെയിലാവും കേട്ടോ. അപ്പോൾ നല്ല തണുത്ത ജ്യൂസ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ടാവും. അങ്ങനെ ഫ്രിഡ്ജിൽ പോയി നോക്കുമ്പോഴാണ് നമ്മുടെ മുന്തിരി ഇരിക്കുന്നത്. ഈ മുന്തിരിയിൽ കുരു ഉള്ളത് കൊണ്ടാണ് ഇത്രയും നാൾ ഈ മുന്തിരി ഇവിടെ ഇരുന്നത് കേട്ടോ. അപ്പോഴാണ് മാങ്ങ പഴുത്തിരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്നാൽ പിന്നെ രണ്ടും കൂടി ജ്യൂസ് അടിക്കുക എന്നുള്ള പ്ലാനായി. അങ്ങനെ മാങ്ങയൊക്കെ വൃത്തിയാക്കി വേഗം ചെത്തി ജ്യൂസ് അടിക്കാനുള്ള പരിപാടിയിലാട്ടോ. അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര ഇട്ടിട്ടാണ് ജ്യൂസ് അടിക്കണേ. കാരണം എനിക്ക് അടുത്ത മാസം ഒരു ഗ്ലൂക്കോസ് ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളതും കൂടി നോക്കണമല്ലോ. അപ്പോൾ ആദ്യത്തെ ഗ്ലാസ് ജ്യൂസ് നമ്മൾ വീട്ടിൽ വന്ന ചേച്ചിക്കാട്ടോ കൊടുത്തത്. അപ്പോൾ ഞാൻ ഗർഭിണിയെന്ന് അറിഞ്ഞതിന് ശേഷം ആ ചേച്ചി വരുമ്പോഴൊക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ തിന്നാൻ കൊടുന്നു തരും കേട്ടോ. അപ്പോൾ ചേച്ചിക്കും കൊടുത്ത് ഞാനും ഒരു ഗ്ലാസ് ജ്യൂസ് അകത്താക്കി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മുന്തിരിയിൽ കുറച്ച് ഉപ്പിട്ട് കഴുകി അവിടെ വെച്ചു. കഴുകാമെന്ന് വെച്ചാൽ കുറച്ച് നേരം അവിടെ വെച്ചു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഈ വെയിലത്ത് പോണത് കുറച്ച് കറിവേപ്പില പറിക്കാനാണേ. അപ്പോൾ അമ്മായിയുടെ വീട്ടിലാണ് പോണത്. അപ്പോൾ മുകളിൽ നിന്ന് ഞങ്ങൾ കുറച്ച് കറിവേപ്പിലൊക്കെ പറിച്ച് അമ്മയ്ക്ക് കൊണ്ടു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച മുന്തിരി ഒന്നും കൂടി കഴുകി കുറച്ച് വെള്ളവും പഞ്ചസാരയും ചേർത്ത് തിളപ്പിക്കാൻ വെച്ചു കേട്ടോ. അതിലും കുറച്ച് മധുരം ഞാൻ ചേർത്തിട്ടുള്ളൂ. കാരണം നമ്മളതും നോക്കണമല്ലോ. അങ്ങനെ അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് കുറച്ച് ബോൾസ് അതിൽ നിന്ന് മാറ്റുകയും ചെയ്തു. ബാക്കി നമ്മുടെ മുന്തിരി ജ്യൂസ് അടിച്ചു കേട്ടോ. അപ്പോൾ ഈ ജ്യൂസ് കുറേയും ട്രെൻഡിങ്ങിൽ പോയിട്ടിരുന്ന ഒരു ഐറ്റമാണ്. ഞാൻ ഇത് ആദ്യമായിട്ടാട്ടോ ട്രൈ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ 2 ജ്യൂസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തണുപ്പിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. അപ്പോൾ എല്ലാവരും നല്ല വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ആയിട്ടിരിക്കും കേട്ടോ. ഓക്കെ, ബായ്.